അള്ളാഹു നമുക്ക് നൽകിയ റിസ്കിൽ വിശാലത ഉണ്ടാകാനുള്ള 3 ടിപ്സ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അതിൽ ചില ദുആകളുണ്ട്, അതുപോലെ തന്നെ ഇസ്മുകൾ ചിലതുണ്ട്, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. ഈ 3 കാര്യങ്ങൾ കൃത്യമായി ഒരാൾ പാലിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് നമുക്ക് ലഭിക്കുന്ന റിസ്കിൽ വിശാലത ഉണ്ടാകാനും അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു കിട്ടാനും നിഅമത്തുകൾ അധികരിച്ചു കിട്ടാനും കാരണമായി തീരും. അത് സമ്പത്താകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, സന്താനങ്ങളാകട്ടെ, കുടുംബമാകട്ടെ, ഏത് വഴിയിലൂടെയുള്ള റിസ്ക് ആണെങ്കിലും ശരി, അതിൽ വലിയ വിശാലത ഉണ്ടാവുകയും അധികരിപ്പിച്ച് അള്ളാഹു നൽകുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഏതൊക്കെയാണ് ആ 3 സംഗതികൾ, 3 ടിപ്സുകൾ എന്ന് ഇന്നത്തെ വീഡിയോയിൽ ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇൻഷാ അല്ലാഹ്. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പൂർണ്ണമായി കേട്ടാലാണ് നമുക്കത് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ ഇൻഷാ അല്ലാഹ്. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لام. അള്ളാഹു നമുക്കൊക്കെ വലിയ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഒരുപാട് ആളുകൾ വിളിച്ച് പല സങ്കടങ്ങളും പറയുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും വിഷമങ്ങളൊക്കെ തീർത്ത് റാഹത്ത് നൽകട്ടെ. ഒരുപാട് ആളുകൾ വിളിച്ച് സന്തോഷങ്ങൾ അറിയിക്കുന്നവരുണ്ട്. ഈ അടുത്ത് നമ്മൾ ചെയ്തു കൊടുത്ത അമലുകൾക്കിപ്പോൾ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ശമ്പളം അദ്ദേഹത്തിന് കിട്ടേണ്ടത് മുടങ്ങിക്കിടന്നിട്ട് കുറേ മാസങ്ങളായി ശമ്പളം കിട്ടാതെ അത് സ്റ്റക്കായി കിടന്ന് അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒരു സങ്കടം അറിയിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ഓതാനുള്ള ചില സംഗതികൾ പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശമ്പളം അത് കൃത്യമായി എല്ലാം മുഴുവനായി കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ചെറിയൊരു ഹദിയയും അദ്ദേഹം അയച്ചു തന്നു. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ ഈ അയച്ചെന്നത് പറഞ്ഞതല്ല, മറിച്ച് അദ്ദേഹം എന്നെ അറിയിച്ചു തന്നൊരു സന്തോഷം നിങ്ങളിലേക്ക് പങ്കുവച്ചാണ്. ഇതുപോലെ എത്രയോ ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ പറഞ്ഞവർ, മക്കളുടെ പ്രശ്നങ്ങൾ പറഞ്ഞവർ, അതുപോലെ തന്നെ ജോലി സംബന്ധമായ വിഷയങ്ങൾ പറഞ്ഞവർ, അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അമലുകൾക്കൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് നല്ല ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോലെ കുറേ ആളുകൾ ഉസ്താദേ ഫലം കിട്ടിയില്ല എന്ന് വിളിച്ച് സങ്കടം പറയുന്നവരുണ്ട്. അള്ളാഹു അവർക്കും എത്രയും പെട്ടെന്ന് അവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ അള്ളാഹു നടത്തി കൊടുക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഇതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കാൻ പാടില്ല, അല്ലേ? നമ്മൾ എന്ത് ചെയ്താലും ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ കാര്യം നടത്തി തരേണ്ടവൻ അള്ളാഹുവാണ്, റബ്ബാണ്. അപ്പോൾ റബ്ബിലേക്ക് തവക്കുലാക്കുക. ഒന്നാമത്തെ കാര്യം, നമുക്ക് തവക്കുൽതു അലല്ലാഹ് എന്നുള്ള ആ ഉറച്ച ഒരു വിശ്വാസം കൽബിൽ വേണം. രണ്ടാമത്, നമ്മൾ ചെയ്യുന്നതൊക്കെ ആത്മീയമായ ചികിത്സകളാണ്, ആത്മീയമായ മരുന്നാണ്, ഇല്ലേ? അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതിന് പാകപ്പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല. ഖുർആൻ ഓതുന്നതിലാകട്ടെ, ചൊല്ലുന്ന ദിക്റുകളിലാകട്ടെ, ഇപ്പോൾ ചില ഇത്ര എണ്ണം അല്ലെങ്കിൽ ഇത്ര സമയം ഓതണം, ചൊല്ലണം എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുക. അതുപോലെ ആ നീയത്ത് നന്നാക്കിക്കൊണ്ട് ഇതെനിക്ക് ഇതിന് ഫലം കിട്ടുമെന്ന നീയത്തോടു കൂടി അത് ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്കതിന് പെട്ടെന്ന് ഫലം കിട്ടുക. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഇപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക. ചില ആളുകളുണ്ടാവും ഒരുപാട് ചികിത്സ നടത്തുന്ന ആളുകൾ. ഇപ്പോൾ ഒരിടത്ത് കാണിച്ചു, ശരിയായില്ല, അടുത്തടുത്ത് പോയി. അപ്പോൾ അത് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു അസുഖം ബാധിച്ചു, അപ്പോൾ നമ്മുടെ ശരീരത്തിനൊരു അസുഖം ബാധിച്ചു, ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ടു. അദ്ദേഹം സ്ഥിരമായി മരുന്ന് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ മരുന്ന് കൊണ്ട് ഫായിദ കിട്ടുന്ന ആളുകളാണ്, അതായത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മരുന്ന് കൊടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഡോക്ടറുടെ കുഴപ്പമൊന്നുമില്ല, മരുന്നിനും കുഴപ്പമില്ല. പക്ഷേ ഞാൻ കാണിച്ച ഡോക്ടർ ആ സമയത്ത് മൂപ്പര് എനിക്ക് ഒരു മരുന്ന് കുറിച്ച് തന്നു, എൻ്റെ ശരീരത്തിന് എന്ത് ചെയ്തില്ല, ഫലിച്ചില്ല. അടുത്ത ഡോക്ടറെ കണ്ടു. അപ്പോൾ ഈ ഡോക്ടർക്ക് കുറ്റമാണോ അല്ലെങ്കിൽ തന്ന മരുന്നിന് കുറ്റമായതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ ശരീരവുമായിട്ട് ആ മരുന്ന് പൊരുത്തപ്പെടാത്തത് കൊണ്ടാണ്. അടുത്തടുത്ത് കാണിച്ചു, അവിടെയും ഫലമില്ല, അടുത്തടുത്ത് കാണിച്ചു. ഇങ്ങനെ എന്ത് ചെയ്യുക, വ്യത്യസ്തങ്ങളായ പല സ്ഥലങ്ങളിലും കാണിച്ചു, എവിടെയോ ഒരിടത്ത് എന്ത് ചെയ്തു, നമ്മുടെ രോഗം അത് ഷിഫാവ് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെയാണ് ആത്മീയമായ ചികിത്സകളാകുമ്പോഴും ഒരാൾക്ക് ഫലം കിട്ടിയെന്ന് കരുതിയിട്ട് എല്ലാവർക്കും കിട്ടണം എന്നില്ല, അല്ലേ? ഒരാൾക്ക് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് വേറെ ആൾക്ക് കിട്ടണം എന്നുമില്ല, എന്ത് ചെയ്യുക, കിട്ടാതിരിക്കണം എന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അള്ളാഹുവാണ് ഇതൊക്കെ നൽകുന്നത്. ഇൻഷാ അല്ലാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ തീർത്ത് തരുമാറാകട്ടെ, പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ച് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹു നൽകിയ റിസ്കിൽ വിശാലത ഉണ്ടാകാനുള്ള 3 ടിപ്സുകൾ പറഞ്ഞുതരാം. അതിൽ ചില ദുആകളുണ്ട്, ഒരു 3 ദുആ പറഞ്ഞു. ദുആ ദിക്റും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഒന്ന് വിശുദ്ധ ഖുർആനിലെ ഒരു ദുആയാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയിരുന്ന ഒരു ദുആ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ആരെങ്കിലും ഒരാൾ ഈ ഒരു ദുആ പതിവാക്കുകയാണെങ്കിൽ, ഈ ദുആ സ്ഥിരമായി ചൊല്ലുക, ഇത്ര എണ്ണം എന്നൊന്നുമില്ല, 100, 200, 300 എത്രയാണോ പറ്റുന്നത്, നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര അധികരിപ്പിച്ചിട്ട് ചെയ്യാം. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഈ ഒരു ദുആ ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിസ്കിൽ വിശാലത ഉണ്ടാവും. ജോലി, കുടുംബം, അതുപോലെ മക്കൾ, അള്ളാഹു എന്തൊക്കെയാണ് അവർക്ക് നൽകിയിട്ടുള്ളത് അതൊക്കെ അള്ളാഹു എന്ത് ചെയ്യും, അവർക്ക് വിശാലമാക്കി ചെയ്തു കൊടുക്കും. ഇനി നൽകിയിട്ടില്ല എങ്കിൽ അള്ളാഹു അത് കൊടുക്കാൻ സബബായി തീരും. ചില ആൾക്ക് ജോലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വരുമാന മാർഗ്ഗം ഉണ്ടാവില്ല, അവർക്ക് വരുമാന മാർഗ്ഗം ലഭിക്കും. നോക്ക്, മൂസാ നബി അലൈഹി സ്വലാം ഒന്നും ഇല്ലാതെയാണ് മദിയനിലേക്ക് വന്നത്.
മദിയൻ എന്ന നാട്ടിലേക്ക് ഈജിപ്തിൽ മിസ്റിൽ നിന്നും വന്നത് കയ്യിലൊന്നുമില്ല, ഒട്ടക്കാലനയോട് കയ്യിലൊന്നും ഇല്ലാതെയാണ് എന്ത് ചെയ്തത്, കയ്യിൽ നയാ പൈസ ഇല്ലാതെ വന്ന ആളാണ്. അദ്ദേഹത്തിന് അവിടെ എത്തിയപ്പോൾ കുടുംബത്തെ കിട്ടി. ആരെ? മഹാനായ ശുഐബ് നബിയുടെ മകളെ ഭാര്യയായി കിട്ടി. നല്ല ജോലി കിട്ടി, ആട്ടിൻപറ്റത്തെ മേയ്ക്കാനുള്ള നല്ല ജോലി. ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ജോലിയാണ് എന്ത്? ആടുകളെ മേയ്ക്കുക എന്നുള്ളത്, തോട്ടം നോക്കുക എന്നുള്ളത്, അതൊക്കെ വലിയ ജോലിയാണ്. അങ്ങനെ നല്ലൊരു കുടുംബത്തെ, ജോലിയെ, സമ്പത്തിനെയൊക്കെ അള്ളാഹു കൊടുത്തു. അപ്പോൾ ഇത് നമുക്കും ലഭിക്കും ഇൻഷാ അല്ലാഹ്, അള്ളാഹു നൽകുമാറാകട്ടെ. രണ്ടാമതായി കാണാം എന്താണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ അധികമായി ചൊല്ലുക കേട്ടോ. ഇതൊക്കെ നമുക്ക് അറിയുന്ന ദിക്റുകളാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ കുറഞ്ഞത് 100 എണ്ണമെങ്കിലും ദിവസവും ചൊല്ലുക. രാവിലെ വൈകുന്നേരം ചൊല്ലാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. റിസ്കിൽ വിശാലത വരുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കണ്ട് അത്ഭുതപ്പെടാൻ കഴിയും. നമ്മൾ കണ്ണഞ്ചിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, ആ രൂപത്തിൽ അള്ളാഹു നമ്മുടെ റിസ്കിൽ വിശാലത ചെയ്തു തരും. എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മൂന്നാമതായി കാണാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി. ഈ ഇസ്തിഗ്ഫാറും പതിവാക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി, ഈ ഇസ്തിഗ്ഫാർ നിരന്തരം ചൊല്ലുക. ഈ പറഞ്ഞതുപോലെ 100 200 എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത്, ഇതൊന്നും കണക്കുകൾ പറയപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എത്രയാണ് നമുക്ക് കഴിയുന്നത് അത്രയും എന്ത് ചെയ്യുക, പതിവാക്കാം. പിന്നെ ഇത് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിത്യമായി നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു എണ്ണമാകണം നമ്മൾ പതിവാക്കേണ്ടത്. ഇപ്പോൾ 100 എണ്ണം എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റും, എന്നാൽ 100 എണ്ണം എല്ലാ ദിവസവും ചൊല്ലാം. ഇന്നത്തെ ദിവസം 1000 എണ്ണം ചൊല്ലി, നാളെ അത് 500 മറ്റേന്ന് പിന്നെ 300 200 അങ്ങനെ പറഞ്ഞ് തോന്നുന്ന രൂപത്തിൽ അങ്ങനെ ആവാൻ പാടില്ല. മറിച്ച് 100 എണ്ണേ ചൊല്ലാൻ പറ്റുള്ളൂ ദിവസവും. അയാൾ 1000 ചൊല്ലാൻ നിൽക്കണ്ട, ഈ 100 എണ്ണം തന്നെ ദായിമായി നിത്യം ചൊല്ലിയാൽ മതി ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടിപ്സ്. എന്ത്? ഈ ദിക്റുകൾ, ഈ 3 ദിക്റുകൾ പതിവാക്കാം. രണ്ടാമതായി കാണാം അള്ളാഹുവിൻ്റെ റസാഖ് എന്ന നാമം. റസാഖ് എന്ന് പറയുന്നത് റിസ്ക് ഒരുപാട് നൽകുന്നവനെന്ന റസാഖ്. ഈ റസാഖ് എന്ന ഇസ്മിനെ കുറഞ്ഞത് 313 തവണ എങ്കിലും ദിവസവും പതിവാക്കാം. കുറഞ്ഞത് ഈ ഒരു ഇസ്മ പതിവാക്കുക. റസാഖ്, യാ റസാഖ് യാ അല്ലാഹ്, യാ റസാഖ് യാ അല്ലാഹ്, ഈ ഒരു ഇസ്മ. രണ്ടാമത്തെ ഇസ്മ കാണാം യാ മുഗ്നി യാ അല്ലാഹ്, ഗീന നൽകുന്നവനായ അല്ലാഹ്, ഐശ്വര്യം നൽകുന്നവനായ അല്ലാഹ്. അപ്പം 2 ഇസ്മുകളാണ് കേട്ടോ. യാ റസാഖ് എന്ന ഇസ്മും യാ മുഗ്നി എന്ന ഇസ്മും എന്ത് ചെയ്യുക, നിരന്തരം പതിവാക്കാം. മൂന്നാമതായി കാണാം, മൂന്നാമത്തെ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് 2 ടിപ്സുകൾ പറഞ്ഞു. മൂന്നാമത്, നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകൾ ദായിമായി കിട്ടണമെങ്കിൽ, അള്ളാഹു നൽകിയ ഈ റിസ്ക് വിശാലമായി കിട്ടണമെങ്കിൽ ചില സംഗതികൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞല്ലോ. അതിലൊന്ന്, നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരാകണം, നിലനിർത്തുന്നവരാകണം. 2, ഹലാലായ മാർഗത്തിലൂടെ നമ്മൾ സമ്പാദിക്കുന്നവരാകണം. 3, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരാകണം. 4, കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ ശ്രമിക്കുന്നവരാകണം. അതുപോലെ തന്നെ നന്മ കൊണ്ട് ഉപദേശിക്കുന്നവരായി തീരണം. ഈ ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇൻഷാ അല്ലാഹ്. ഒന്ന് എന്ത് ചെയ്യുക, നിസ്കാരം നിലനിർത്തുന്നവരാകുക. അതുപോലെ തന്നെ റിസ്ക് എന്ത് ചെയ്യുക, ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നവരാകുക, ഹലാലായ മാർഗം തേടുന്നവരാകാം. മൂന്നാമതായി കാണാം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരാകുക. 4, കുടുംബ ബന്ധം ചേർക്കാൻ ശ്രമിക്കുന്നവരാകുക. 5 കാണാം നന്മ കൊണ്ട് ഉപദേശിക്കാം. ആരോടും നന്മ കൊണ്ട് മാത്രം ഉപദേശിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്താക്കി തരുമാറാകട്ടെ. പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ച് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കി നോക്കി ഇൻഷാ അല്ലാഹ്. അള്ളാഹു വലിയ റാഹത്തും സന്തോഷവും നൽകും. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.